സുഹൃത്തുക്കളെ, വളരെ പ്രധാനമായ തന്ത്രപരമായ ഒരൊറ്റ ചോദ്യം: പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ പ്രതിസന്ധി ഇന്ത്യക്ക് ഒരു അവസരമാണോ അതോ വലിയ തന്ത്രപരമായ കൊണ്ടിയാണോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ വികാരപരവും അതേസമയം അതീവ സൂക്ഷ്മവുമായ ഒരു വിഷയമാണ്: പാകിസ്ഥാൻ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന കാശ്മീരിലെ പുതിയ പ്രതിസന്ധികൾ. സമീപകാലത്ത് POKയിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഗോതമ്പ് പോലെയുള്ള അവശ്യ വസ്തുക്കളുടെ ദൗർലഭ്യം, അമിതമായ വൈദ്യുതി നിരക്ക്, പ്രാദേശിക അവകാശങ്ങളുടെ ലംഘനം, ഭരണഘടനാപരമായ പ്രാതിനിധ്യമില്ലായ്മ, രാഷ്ട്രീയ അനീതികൾ, ഇതെല്ലാം അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിച്ച വിഷയങ്ങളാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന കൂട്ടായ്മ ഈ പ്രതിഷേധങ്ങളുടെ പ്രധാന മുഖമായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങളിലും പ്രസ്താവനകളിലും POKയിലെ പ്രമുഖ നേതാക്കൾ ഇന്ത്യയോടും ജമ്മു കാശ്മീരിലെ ജനങ്ങളോടും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പൊതുസമൂഹത്തിൽ ഒരു സ്വാഭാവിക ചോദ്യം ഉയരുന്നുണ്ട്: POKയിലെ ജനങ്ങൾ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ത്യ ഇപ്പം തന്നെ POK പിടിച്ചെടുക്കണമോ? നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ വളരെ സങ്കീർണമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭാവി സാധ്യതകളും തന്ത്രപരമായ വിലയിരുത്തലുകളും കേവലം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിമുലേഷൻ മാത്രമാണ്. ഇത് ഭാരത സർക്കാരിൻ്റെ ഔദ്യോഗിക നയമോ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്കുള്ള ആഹ്വാനമോ അല്ല. നിലവിലെ ആഗോള സംഭവങ്ങൾ, ജനസംഖ്യാ ഘടന, സുരക്ഷാ സാഹചര്യങ്ങൾ, അന്താരാഷ്ട്ര തന്ത്രങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുനിഷ്ഠ വിശകലനം മാത്രമാണ് ഇത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യം ഇതാണ്: POKയിലെ ജനങ്ങളുടെ അസന്തോഷവും പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള രോഷവും തികച്ചും യഥാർത്ഥമാണ്. പക്ഷേ ഈ പ്രക്ഷോഭങ്ങളെല്ലാം ഇന്ത്യയോട് ചേരാനുള്ള മൂവ്മെൻ്റ് ആണെന്ന് വിലയിരുത്തുന്നത് യാഥാർത്ഥ്യങ്ങളെ ലളിതവൽക്കരിച്ച് കാണുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യ ഈ പ്രതിസന്ധിയെ വെറും ഒരു വൈകാരിക മുദ്രാവാക്യമായിട്ട് കാണാതെ അതീവ പ്രാധാന്യമുള്ള ഒരു തന്ത്രപരമായ സൂചനയായിട്ട് വേണം വിലയിരുത്താൻ. ഭാരതത്തിൻ്റെ നിലപാട് എക്കാലത്തും വ്യക്തമാണ്. 1947 നിയമപരമായിട്ട് ജമ്മു കാശ്മീർ ഇന്ത്യയോട് ചേർന്നതാണ്. പാകിസ്ഥാൻ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് 1994 ഇന്ത്യൻ പാർലമെന്റ് ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് POKയ്ക്ക് മേലെയുള്ള ഇന്ത്യയുടെ അവകാശം നിയമപരമായിട്ടും ചരിത്രപരമായിട്ടും പൂർണ്ണമായിട്ടും നിലനിൽക്കും. പക്ഷേ ഒരു പ്രദേശത്തിൻ്റെ മേലെ അവകാശവാദമുള്ളതൊന്നാണ് ആ പ്രദേശം അതിൻ്റെ നിലവിലെ രൂപത്തിൽ അവിടുത്തെ ജനസംഖ്യയോടും ഭരണ സംവിധാനങ്ങളോടും രാഷ്ട്രീയ ശീലങ്ങളോടും കൂടി ഒറ്റഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് മറ്റൊന്നാണ്. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന ചോദ്യം. POK ഇന്ത്യയുടെ അവകാശ പ്രദേശമാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പെട്ടെന്ന് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത് സുരക്ഷിതമാണോ? ഭൂമിശാസ്ത്രപരമായിട്ട് POK 60 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയൊരു പ്രദേശമാണ്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി ജനസംഖ്യാപരമായ സ്വാധീനമാണ്. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായിട്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ നയങ്ങൾ, സ്കൂൾ പാഠ്യ പദ്ധതികൾ, മാധ്യമ പ്രചാരണങ്ങൾ, മതരാഷ്ട്രീയ സംഘടനകൾ, സൈനിക ശൃംഖലകൾ എന്നിവയുടെ കടുത്ത സ്വാധീനത്തിലാണ് ഈ പ്രദേശം നിലനിന്നിട്ടുള്ളത്. അവിടെയുള്ള എല്ലാ ജനങ്ങളും ഇന്ത്യ വിരുദ്ധരാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു തന്ത്രപരമായ നിരീക്ഷകൻ എന്ന നിലയിൽ ഇന്ത്യക്ക് ഈ ഘടകത്തെ അവഗണിക്കാൻ കഴിയില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് 60 ലക്ഷത്തിലധികം ആളുകളെ ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നത് കേവലം ഒരു പൗരത്വം നൽകുന്ന ഒരു പ്രക്രിയ മാത്രമല്ല. അത് വോട്ടവകാശം, ഭൂമിയുടെ ഉടമസ്ഥാവകാശം, സംവരണ നയങ്ങൾ, ക്രമസമാധാനം, കോടതികൾ, വിദ്യാഭ്യാസം, തദ്ദേശ ഭരണം, തൊഴിലവസരങ്ങൾ, വസ്തുതർക്കങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന വളരെ വലിയൊരു ഭരണപരമായ ദൗത്യമാണ്. മറ്റൊരു സുപ്രധാന വശം, POK ഇന്ത്യയുടെ ഭാഗമായാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നൽകേണ്ടി വരും. സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു ഫെഡറൽ ജനാധിപത്യ രാജ്യത്തിൽ അവർക്ക് ജമ്മു, കാശ്മീർ താഴ്വര, പഞ്ചാബ്, ഡൽഹി, മഹാരാഷ്ട്ര, കർണാടക, കേരള തുടങ്ങി ഏത് സംസ്ഥാനങ്ങളിലേക്കും മാറാൻ സാധിക്കും. ഇതോടൊപ്പം ശത്രു രാജ്യങ്ങളിലെ സ്ലീപ്പർ സെല്ലുകളും പ്രചാരണ ഏജന്റുകളും രാജ്യത്തിനകത്തേക്ക് കടന്നുകൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ത്യക്കുള്ളിൽ തന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളോ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടല്ലോ.
ഈ സംഭവങ്ങൾ ഒരു സമൂഹത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പൊതുചിന്തയെ പ്രതിനിധീകരിക്കുന്നില്ല എങ്കിലും ശത്രുതാപരമായ അത്തരം ചിന്താഗതികളെ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് കരുതുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഇത്തരം അതീവ സങ്കീർണമായ ഒരു മേഖലയെ കൂട്ടിച്ചേർക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ പരിശോധനകളും നിയമപരമായ സൂക്ഷ്മതയും സാമൂഹിക സ്ഥിരീകരണ പദ്ധതികളും നിർബന്ധമാണ്. POK ദശാബ്ദങ്ങളായിട്ട് പാക് സൈനിക വ്യൂഹത്തിന്റെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു സുപ്രധാന താവളമാണ്. ആയുധക്കടത്ത് വഴികൾ, പ്രൊപ്പഗണ്ട സംവിധാനങ്ങൾ, തീവ്ര ആശയങ്ങളുടെ വ്യാപനം ഇതെല്ലാം ഈ മേഖലയെ കേന്ദ്രീകരിച്ചായിരുന്നു. ഭാവിയിൽ ഈ പ്രദേശം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വന്നാലും ഭൂമിശാസ്ത്രപരമായ അതിർത്തി മാറുന്നതുകൊണ്ട് മാത്രം ദശാബ്ദങ്ങളായിട്ട് വേരൂന്നിയ ആശയപരമായ സ്വഭാവങ്ങൾ ഒറ്റയടിക്കില്ലാതാവില്ല. ഇവിടെ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിമുലേഷൻ പരിശോധിച്ചാൽ നാളെ POKയിൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നിയന്ത്രണം പൂർണ്ണമായിട്ട് തകരുകയും ചില പ്രാദേശിക ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് കരുതുക. വൈകാരികമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇന്ത്യ പെട്ടെന്നൊരു കൂട്ടിച്ചേർക്കൽ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. 1. അന്താരാഷ്ട്ര സമ്മർദ്ദം. പാകിസ്ഥാൻ ഈ വിഷയത്തെ ആഗോളതലത്തിൽ വലിയൊരു തർക്കമായിട്ട് മാറ്റാൻ ശ്രമിക്കും. 2. ചൈനയുടെ ഇടപെടൽ. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെയും ഗിൽജിത് ബാൾട്ടിസ്ഥാന്റെയും സുരക്ഷ മുൻനിർത്തി ചൈനീസ് ഇടപെടലുകൾ ഉണ്ടായേക്കാം. 3. മനുഷ്യാവകാശ ലോബികൾ. അന്താരാഷ്ട്ര തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ പെട്ടെന്നുണ്ടാകുന്ന ഈ ഭരണപരമായ മാറ്റങ്ങളെയും സുരക്ഷാ നിയന്ത്രണങ്ങളെയും ശക്തമായിട്ട് ചോദ്യം ചെയ്യും. 4. ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നതകൾ. പൗരത്വം, പുനരധിവാസം, വോട്ടവകാശം എന്നിവയെ ചൊല്ലി ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ വ്യവസ്ഥയിൽ വലിയ ഭിന്നതകൾ ഉണ്ടായേക്കാം. ചുരുക്കത്തിൽ POK ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നത് ഭൂപടം പൂർത്തിയാക്കുന്ന ഒരു വൈകാരിക വിഷയം മാത്രമല്ല, മറിച്ച് ചൈന പാകിസ്ഥാൻ സംയുക്ത തന്ത്രങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു നീക്കമാണ്. ഇതിന് സൈനികമായ സജ്ജീകരണം മാത്രം പോരാ, നയതന്ത്രപരമായ സുരക്ഷ, സാമ്പത്തിക ആസൂത്രണം, സൈബർ സുരക്ഷ, ആഭ്യന്തരമായ സാമൂഹിക ഐക്യം എന്നിവയും അനിവാര്യമാണ്. എന്ന് മാത്രമല്ല, POKയിലെ 60 ലക്ഷം ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ചരിത്രത്തിൽ നിന്ന് ഇന്ത്യ പഠിക്കേണ്ട ഒരു പ്രധാന പാഠം 1971 ബംഗ്ലാദേശ് രൂപീകരണമാണ്. അന്ന് ഇന്ത്യ വലിയൊരു മാനുഷിക പ്രതിസന്ധിയാണ് കൈകാര്യം ചെയ്തത്. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമായിരുന്നു. എന്നാൽ അതിനുശേഷമുണ്ടായ അനധികൃത കുടിയേറ്റം, അതിർത്തി മാനേജ്മെന്റ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ജനസംഖ്യ വ്യതിയാനം എന്നിവ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ദീർഘകാല സുരക്ഷാ പ്രശ്നങ്ങളായിട്ട് മാറി. ഇന്നും നമ്മളതിൻ്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിലടക്കം. POKയിലും ഇതേ മാതൃക അതേപടി ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഭരണപരമായ തലത്തിൽ കൃത്യമായ ആസൂത്രണമില്ലാതെ ഇത്തരം തീരുമാനങ്ങൾ എടുത്താൽ താഴെ പറയുന്ന സുപ്രധാന ചോദ്യങ്ങൾക്കും കൂടെ നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഒന്നാമതായിട്ട്, POKയിലെ ഓരോ പൗരൻ്റെയും വ്യക്തിത്വ വിവരങ്ങൾ എങ്ങനെ പരിശോധിക്കും? രണ്ടാമതായിട്ട്, അവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ ആരുടെ പേരിൽ സ്ഥിരപ്പെടുത്തും? മൂന്നാമതായിട്ട്, നിലവിലെ പാക് അനുകൂല ഉദ്യോഗസ്ഥ സംവിധാനത്തെ നമ്മൾ എങ്ങനെ മാറ്റും? നാലാമതായിട്ട്, തീവ്രവാദ ശൃംഖലകളുമായിട്ട് ബന്ധമുള്ള വ്യക്തികളെ എങ്ങനെ നിയമപരമായിട്ട് കണ്ടുപിടിക്കും, കൈകാര്യം ചെയ്യും? 5. രാഷ്ട്രീയ പ്രാതിനിധ്യം ഉടനടി നൽകുമോ അതോ ഘട്ടങ്ങളായിട്ട് നൽകുമോ? 6. രാജ്യത്തുടനീളമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉടനടി അനുവദിക്കുമോ അതോ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമോ? 7. ചൈനയുമായിട്ട് ഒപ്പിട്ടുള്ള അടിസ്ഥാന സൗകര്യ കരാറുകളുടെ ഭാവി എന്താകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരമില്ലാതെ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകൾ ദേശീയ സുരക്ഷയ്ക്ക് വലിയ പാരയാവും. അതുകൊണ്ട് ശരിയായ നിലപാടിങ്ങനെയാണ്: POK ഇന്ത്യയുടെ അവകാശ പ്രദേശമാണ്. എന്നാൽ കൂട്ടിച്ചേർക്കൽ പ്രക്രിയ കൃത്യമായ സുരക്ഷാ പരിശോധനകളോടെയും ഭരണഘടനാപരമായ മാനദണ്ഡങ്ങളോടെയും ഘട്ടങ്ങളായിട്ട് മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ. ഇതിനായിട്ട് ഇന്ത്യ സ്വീകരിക്കേണ്ട ചില പ്രായോഗിക നയങ്ങൾ ഇങ്ങനെയായിരിക്കും. 1. POKയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഭരണപരവും സാമ്പത്തികവുമായിട്ടുള്ള ചൂഷണങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം ഉന്നയിക്കുക. പാകിസ്ഥാൻ കശ്മീരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ POKയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മൾ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടണം. 2. POKയിലെ സമാധാനപ്രിയരായ ജനങ്ങളുടെ ശബ്ദങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ നൽകുക. രാജ്യത്തിനകത്ത് ദേശീയ സുരക്ഷ മുൻനിർത്തി ഒരു പൊതുസമ്മതം രൂപീകരിക്കണം. POK പോലെയുള്ള അതീവ സുരക്ഷിത വിഷയങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് ഉപയോഗിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല വഴി കൊണ്ടിയെടുത്ത് തലയിൽ വയ്ക്കാതെ
ബംഗ്ലാദേശിനെ പോലെ ഈ POK എന്ന് പറയുന്ന പ്രദേശത്തെ മറ്റൊരു രാഷ്ട്രമായിട്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ പാകിസ്ഥാനെ വെട്ടിമുറിച്ച് മറ്റൊരു പ്രദേശം രൂപീകരിക്കുക എന്നുള്ളതാണ്. പാകിസ്ഥാൻ അവിടെ പതിറ്റാണ്ടുകളായിട്ട് നടത്തുന്ന അനീതികൾക്കെതിരെയുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഇപ്പോൾ കാണുന്ന പ്രതിഷേധങ്ങൾ. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ത്യ ഗൗരവമായിട്ട് വീക്ഷിക്കുന്നുമുണ്ട്. എങ്കിലും ഈ സാഹചര്യത്തിൽ ഇന്ത്യ വൈകാരികമായിട്ടുള്ള ധൃതി കാണിക്കരുത്. ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യം മുദ്രാവാക്യങ്ങളല്ല, കൃത്യമായ തന്ത്രപരമായ ഒരുക്കങ്ങളാണ്. POK പ്രതിസന്ധി ഇന്ത്യക്ക് മുമ്പിൽ ഒരേ സമയം ഒരു അവസരവും വലിയൊരു പരീക്ഷണവുമാണ്. പാകിസ്ഥാന്റെ പരാജയപ്പെട്ട നയങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാൻ ഇതൊരു അവസരമാണ്. എന്നാൽ ദേശീയ സുരക്ഷ, ജനസംഖ്യ ഘടന, നയതന്ത്രം എന്നിവ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നത് വലിയൊരു പരീക്ഷണവുമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകളും കൂടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.